ആകാൻ കാരണമാകുന്നു. എന്താണ് ഈ 2 കൊല്ലത്തെ പാല്? ഇന്ന് ചമ്മ പാല് കൊടുത്തെങ്കിൽ നിങ്ങൾ ഇതിൽ ഗ്ലാമർ അല്ല, ഗ്ലാമർ പോകുന്നു, തൊലിയുടെ കളറ് ഒന്നും ആന്നില്ല അല്ലേ? ഇപ്പൊ നിങ്ങ പാല് കൊടുക്കുന്നില്ല, ചന്ത പോകുന്നത്. നിങ്ങ വയസ്സായിട്ടമ്മ മക്ക ഉമ്മ ചന്ത ഇല്ല എന്ന് പറഞ്ഞിട്ട് ഉമ്മാനെ വിളിച്ചോണ്ട് പോകുന്നില്ല, പെഞ്ഞേരെ വിളിച്ചോണ്ട് സീത പോന്നെ. ഉമ്മ ഇന്നെങ്കിൽ വേണ്ട, അങ്ങനെ ഇതിന്റെ കടത്തിന് കടം. അങ്ങനെയാണ് 2 കൊല്ലം മനോഹരമായി, ഹൗലൈനി കാമിലൈനി, പൂർണ്ണമായ 2 കൊല്ലം. ഈ 2 കൊല്ലക്കാലം അതുകൊണ്ടൊന്നും ചന്ത പോകുന്നില്ല. എന്ത് ചന്ത? ഇപ്പൊ അങ്ങനെയാണ്. ചന്ത എന്ന് പറഞ്ഞെങ്കിൽ എന്ത് ഇടാൻ റെഡി അല്ലെ? എന്ത് സാധനം, എന്തെല്ലാം ഓരോരുത്തർ, ആൺമക്കളും പെൺമക്കളും ബാലക്കാരും ബാലക്കാരത്തിയും. ബാലക്കാരത്തിയായും തൊന്തരില്ല ഉട. ഈ ഒരു 40 ഏജ് കഴിഞ്ഞ ആണുങ്ങളെയും പെണ്ണുങ്ങളെയാണ് സതിക്കാൻ കഴിയാത്തത്. ഓരോ മോഡലല്ല കണ്ടെങ്കിൽ അല്ലേ? അല്ല കെട്ടപ്പിൽ ഇതല്ല ടിപ് ടോപ്പ് എല്ലാം ആയിട്ട് 40 വയസ്സ് കഴിയുമ്പോ പിന്നെ പിന്നെ വയസ്സും സരിചൊന്നില്ല. ഈ 40 വയസ്സ് കഴിയുമ്പോ പിന്നെ ആശ കൂടിയോണ്ട് പോലെ. സ്വത്തുക്കും അങ്ങനെ, സ്വത്തിലും അങ്ങനെ. ചെറുപ്പത്തിൽ വലിയ ഇപ്പൊ നോക്ക്, സദക്ക ചെയ്യുന്നവർ കൂടുതലും ബാല്യക്കാരാണ്. വയസ്സ് കൂടുന്തോറും ആശ കൂടിക്കൊണ്ടുപോവാൻ. വയസ്സന്മാർക്ക് അക്കിഞ്ചലേസന്മാരല്ലോ എടുത്തവർ നല്ല മനുഷ്യന്മാർ, എടുത്തവരല്ലോ സദക്ക ചോദിച്ചതിനെ കാട്ടി ഏറെ തരുന്ന ആൾക്കാരാണ്. അല്ലാഹു തആല ബർക്കത്ത് ചെയ്യട്ടെ. ചില സ്ഥലത്തെല്ലാം അങ്ങനെയാണ്. വയസ്സ് കൂടുന്തോറും ആശ. നിങ്ങൾ വയസ്സായ ഉമ്മാട് കെട്ടു നോക്ക്, ഉമ്മ നിക്ക് നല്ലൊരു 5 പൗണ്ട് മാല എടുത്ത് തരട്ടാ. വേണ്ട നക്കെന്ത് മാല, അങ്ങനെ എന്തെങ്കിലും പറഞ്ഞിട്ട് കൊണ്ടുപോയിട്ട് നോക്ക്. 5 പൗണ്ടത് വെക്ക്, 3 പൗണ്ടത് വെക്ക്. ഉമ്മകേതാവും നക്ക് വേണ്ട, എടുക്കരെങ്കിൽ ഇതേക്കട്ടെ. ഏത് ആശയാണ്. തെറ്റെന്നൊന്നും പറയുന്നില്ല, അവർക്ക് ഫണ്ടിടാൻ കഴിഞ്ഞിട്ടില്ല. മക്കളതൊക്കെ ചെയ്തു കൊടുക്കണം എന്നാണ്. ഉമ്മാടെ അടുത്തിരുന്നിട്ട് ഉമ്മാട് ചോദിക്കണം, ഉമ്മ എന്നെ കൊണ്ട് നിങ്ങൾക്ക് ചെയ്യാൻ കഴിയുന്ന, നിങ്ങൾക്ക് ആഗ്രഹം വല്ലതുണ്ടെങ്കിൽ പറയണം, ഞാനത് പൂർത്തിയാക്കി തരാം. പറയുക മാത്രല്ല ചെയ്യും വേണം. ചില അങ്ങനെയുണ്ട്, ചെന്നെ മാത്രം എന്തു ആക്കി കൊടുക്കുന്ന പഞ്ചാധികയിൽ. പിന്നെ കിട്ട ഉസ്താദ് പിന്നെ ലാസ്റ്റിന് കബൂറിനോട് കിട്ടുള്ളൂ. ലാസ്റ്റ് കിട്ടുന്ന ആ രൂപത്തിലാവാൻ പാടുള്ളതല്ല. നമ്മുടെ ജീവിതത്തിലെ പരീക്ഷണങ്ങളെ എങ്ങനെ നേരിടാനാണ്? ഹറാമുകളൊന്നും തിന്നാതെ സാറ ഉമ്മാന്റെ 1ാമത്തെ മകനെയാണ് ഹറാമായ പന്നിയിറച്ചി തിന്നാൻ പറഞ്ഞിട്ട് തിന്നുന്നില്ല. അല്ലാഹു ഹറാമാക്കിയത് ഞാൻ തിന്നുന്നില്ല. അങ്ങനെയാ ഫഖതലഹു ആദ്യം 2 കൈ മുറിക്കുകയാണ്. ജീവനോടെ 2 കൈ മുറിക്കുന്നു, പിന്നെ 2 കാല് മുറിക്കുന്നു, പിന്നെ ഓരോ അവയവങ്ങൾ കഷ്ണമായി മുറിക്കുകയാണ്. 1ാമത്തെ മകൻ അങ്ങനെ മരിച്ചു പോകുന്നു. 2ാമത്തവനോട് പറഞ്ഞു, നീ തിന്നണം, നിന്റെ ജ്യേഷ്ഠനെ മുറിച്ചു കളഞ്ഞത് കണ്ടില്ലേ? അവരും പറഞ്ഞു, ഹറാമാക്കിയത് ഞാൻ തിന്നുന്നില്ല. അവനെ എണ്ണ തിളപ്പിച്ച് എണ്ണയിലേക്കിട്ട് അവനെ ചുട്ടുകൊല്ലുന്നു. 3ാമത്തെ മകനോട് ചോദിക്കുകയാ, നീ തിന്നണമെന്ന് പറയുമ്പോ രാജാവിനോട് നല്ല കടുപ്പത്തിൽ പറഞ്ഞു. ധിക്കാരത്തിന്റെ വാക്കിലൂടെ, കടുപ്പത്തിലൂടെ ആ പൊന്നുമോന് സംസാരിച്ചപ്പോ ആ രാജാവ് പറയുന്നു, ഇവൻ എന്തിനാണ് എന്നെ പറഞ്ഞത്? ഇവൻ എന്തിനാണ് എന്നെ ചീത്ത വിളിച്ചത്? ഇവൻ എന്തിനാണ് എന്നെ ആക്ഷേപിച്ചതെന്നറിയോ? ഇവനെ ഒറ്റയടിക്ക് കൊല്ലാനാണ്. ദേഷ്യം വരുമ്പോ ഞാൻ ഒറ്റയടിക്ക് കൊല്ലുമെന്ന് കരുതിയിട്ടാണ് ഇവൻ എന്നെ പറഞ്ഞത്. അതുകൊണ്ട് ഇവനെ വിടാൻ പോകുന്നില്ല. ഏറ്റവും കടുപ്പമേറിയ ശിക്ഷയെന്തോ അതിവന് കൊടുക്കണമെന്ന് പറഞ്ഞുകൊണ്ടിട്ട് ഇന്നും ഇന്നലകളും തുടങ്ങിയതല്ല. ഈ ഇസ്ലാമിന്റെ ശത്രുക്കള് അന്ന് ബാബരി പള്ളി പൊളിച്ചിട്ടുണ്ടെങ്കിൽ ഇന്ന് ഇന്ത്യയുടെ സുൽത്താൻ ഗരീബ് നവാസ് ഖാജ മൊയ്നുദ്ദീൻ ഹസൻ സഞ്ചരിയിൽ ജിഷ്ടിയിൽ അജ്മീരി മഹാനായ മഹാനവരുകളുടെ ദർഗയുടെ ആ ഒരു ആശപ്പെട്ടുകൊണ്ടുള്ള ഇവരുടെ പ്രവർത്തനം ഇവരുടെ പരാജയത്തിലേക്കുള്ള ഏറ്റവും വലിയ തുടക്കമാണ്. ഇന്ത്യയുടെ സുൽത്താനായിട്ട് ഹബീബ് തങ്ങൾ പറഞ്ഞയച്ചിട്ടുള്ള അജ്മീർ ഖാജ തങ്ങളുണ്ടല്ലോ, ആ മഹാനുഭാവരെ തൊട്ട് കളിച്ചു കൊണ്ടിട്ടുള്ള ഇവരുടെ കളി ഇതിവരുടെ അവസാനത്തെ കളിയോടടുത്ത കളിയാണ്. അതുകൊണ്ടൊന്നും ഇവിടെ സംഭവിക്കാൻ പോകുന്നില്ല. ഇവിടെ ഒരു ഏതൊരു കാര്യത്തിലാണോ രംഗപ്രവേശനം ചെയ്ത് പുറപ്പെട്ടു
വരുന്നത്. മുസ്ലിമീങ്ങളുടെ കാവൽക്കാർ ഇവിടെ രാഷ്ട്രീയക്കാരല്ല, മുസ്ലിമീങ്ങളെ ഏറ്റെടുക്കുന്നത് ഇവിടെ രാജകീയ പക്ഷക്കാരല്ല, ഖാലിഖായ റബ്ബിൽ തവക്കുലാക്കുന്നവരാണ് മുസ്ലിം, അല്ലാഹുവിൽ ഭരമേൽപ്പിക്കുന്നവനാണ് മുസ്ലിം. നമ്മൾ ആരെയും ഭയപ്പെടേണ്ടതില്ല. ഭയപ്പെട്ടാലും ഇല്ലെങ്കിലും ഉള്ള ആയുസ്സുകാലം ജീവിക്കുക തന്നെ ചെയ്യും. ഭയപ്പെട്ടാലും ഇല്ലെങ്കിലും ആയുസ് തീർന്നാൽ മരിക്കുക തന്നെ ചെയ്യും. അതിലൊരു പേടിയും പേടിക്കേണ്ടതില്ല, അതിലൊരു ഭയപ്പാടും നമ്മൾ ഭയപ്പാടേണ്ടതില്ല. ഇതെല്ലാം പടച്ചു പരിപാലിക്കുന്ന റബ്ബ് താല നോക്കുന്നുണ്ടല്ലോ, അവൻ കാണുന്നുണ്ടല്ലോ. മൂന്നാമത്തെ പൊന്നുമോനെ എങ്ങനെയാ കൊല്ലുന്നതെന്നറിയോ? പച്ചയോടെ തൊലിയുരിക്കുകയാണ്. അറുത്താടിന്റെ തൊലി ഊരുന്ന പോലെ പച്ചയോടെ തൊലിയുരിച്ചു കൊന്നുകളയുകയാ. അങ്ങനെ 7 മക്കളെയും കൊന്നുകളഞ്ഞു. 7 മക്കളെയും. അവസാനത്തെ ചെറിയ മോനോട് പറഞ്ഞു, മോനെ നീ തിന്നണം, നീ തിന്നാ നീയും നിന്റെ ഉമ്മയും രക്ഷപ്പെടും. ഉമ്മ മകനെ വിളിച്ചിട്ട് പറഞ്ഞു, മോനെ ഞാൻ നാളെ മഹ്ശറയിൽ എന്റെ 6 മക്കളുടെ കൂടെയല്ലാതെ നിന്നെ കണ്ടുപോകരുത്. എന്റെ 6 മക്കളും ഇവിടെ വെച്ച് ഷഹീദായി മരിച്ചുപോയല്ലോ. എന്റെ 6 മക്കളുടെ കൂടെയല്ലാതെ പൊന്നുമോനെ നിന്നെ ഞാൻ മഹ്ശറയിൽ കണ്ടുപോകരുത്. നീ എന്റെ 6 മക്കളുടെ കൂടെ എനിക്ക് മഹ്ശറയിൽ കണ്ടുമുട്ടണം. പറഞ്ഞപാട് ഉമ്മാന്റെ വാക്ക് കേട്ട പിഞ്ചു പൈതൽ പോയിട്ട് പറയുന്നു, ഇല്ല, അല്ലാഹു ഹറാമാക്കിയത് എനിക്ക് വേണ്ട. ആ പൊന്നുമോനെയും ആ പിഞ്ചു പൈതലിനെയും കൊന്നുകളഞ്ഞു, ആ ഉമ്മാനെയും കൊന്നുകളഞ്ഞു. ഇത്രയൊക്കെയാണ്. എന്താണ് ഒരൊറ്റ ദിവസത്തിൽ ഉമ്മയും 7 മക്കളും ലോകത്തോട് വിട പറയുകയാണ്. അബു അബ്ദുല്ലാഹി തങ്ങൾ ചോദിക്കുകയാണ്, അല്ല മനുഷ്യ, നമ്മൾ അങ്ങനെ ബുദ്ധിമുട്ട് സഹിച്ചിട്ടുണ്ടോ? നമുക്കങ്ങനെ ഒരു പ്രയാസം വന്നിട്ടുണ്ടോ? നമുക്കങ്ങനെ ഒരു ഇടങ്ങേറ് വന്നിട്ടുണ്ടോ? ഇല്ലല്ലോ. പിന്നെന്ത് ബുദ്ധിമുട്ടാണ്? നമ്മുടെ ബുദ്ധിമുട്ട് എന്ത് ബുദ്ധിമുട്ടാണ്? നമുക്കൊരു കടം വരുമ്പോ, ഒരു രോഗം വരുമ്പോ, ഒരു പനി വരുമ്പോ, ഒരു ഷുഗർ വരുമ്പോ, ഇപ്പൊ അങ്ങനെയാണ് ചില ആളുകള് ഷുഗർ വന്നെങ്കിൽ, ഉസ്താദ് ഷുഗർ വന്നെങ്കിൽ എല്ലാത്തിനും ഒരുത്ത കരയുന്ന കരച്ചില് കാണുമ്പോ ഞാൻ തിരിച്ചു എന്റെ കിഡ്നി ലിവർ എല്ലാം പോയി ഇപ്പൊ പൈസക്കാരായെങ്കിലും അല്ലെങ്കിൽ പക്ഷെ ഫോഷല്ല അതിന്റെ അടയാളാണ് ഷുഗർ ഉണ്ടെങ്കിൽ അല്ലെ. പബ്ലിക്കിൽ വിട്ട് ചപ്പ ചായ എന്ന് പറയുമ്പോ ഒരു ഗമ അല്ലെ, എല്ലാവരും ഇടയിൽ എല്ലാവരും മധുരം കുടിക്കുമ്പോ ചപ്പ എന്ന് പറയുന്നൊരു ഒരു അത്ര കണ്ടാ മതി. ഷുഗർ വന്നിട്ട് എന്തോ ആയിട്ടില്ല. എന്റെ അറിവിലുണ്ട് 25 കൊല്ലായി 300 മറ്റേ ഷുഗർ ഉണ്ട്. എല്ലാത്തിനും നിന്ന് അയാൾ മരിക്കുന്നതിന് പിന്നല്ല തിന്നിട്ടേ മരിക്കാന്നാ എന്റെ ആശയെന്ന് അയാൾ പറയും. അതിന്റെ അർത്ഥം നിങ്ങളെ ഭാര്യ വലിച്ചു തിന്നി നല്ല ചെല്ലേ. ഉസ്താദ് ചെല്ല, ഉസ്താദ് ചൊന്നത് കേട്ടിട്ടില്ലേ? മണിപ്പാട്ടി വെക്കണ്ട നക്ക് താവളതല്ലോ. അങ്ങനെ ആക്കാൻ വേണ്ടി പറഞ്ഞതുമല്ല. പിന്നെ കൊടക്കനാട്ടിയാറെ പേടിക്കും വേണ്ട. ചിലർക്ക് അങ്ങനെയുണ്ട്. അത് ശീത്ത, ഇത് അലർജി, അത് ഗാസ്ട്രിക്. ഇത് ഇങ്ങനെ നോക്കിയെങ്കിൽ എന്തു തിന്നോകില്ല അല്ലെ ജീവിതത്തിൽ. അങ്ങനെ ഉണ്ട്. തിന്നുന്ന സമയത്ത് ഹബീബ് സല്ലല്ലാഹു അലൈഹി വസല്ലമ ശീതഫലം ഉഷ്ണഫലം രണ്ടും മിക്സ് ചെയ്തിട്ടാണ് തിന്നല്. ശീതാകുന്നതും ആകാത്തതും രണ്ടും തമ്മിൽ ഒരുമിച്ച് കൊണ്ടൊക്കെയായിരുന്നു പലപ്പോഴും തിന്നാറുള്ളത്. അങ്ങനെയൊക്കെ മിക്സ് ചെയ്തിട്ടൊക്കെ ഹീട്ടാകുന്ന ഫുഡ് കഴിച്ചാൽ അത് കഴിഞ്ഞിട്ട് ബോഡി തണുപ്പിക്കുന്ന ഫുഡുകളുണ്ട്, അത് കഴിക്കുക. അങ്ങനെയൊക്കെ രണ്ടും മിശ്രമായിട്ട് പിന്നെ കുറച്ച് തിന്നെങ്കിൽ എന്ത് തിന്നെങ്കിൽ എന്തുവാന്നില്ല. ഇത് കിട്ടുന്നതല്ലേ വേറെ ആങ്ങൾക്ക് കാശ് കൊടുക്കൊണ്ടില്ല, ഫ്രീ ഉണ്ടോന്നും പറഞ്ഞിട്ട് എടുത്ത് തിന്നെങ്കിലാണ് പ്രശ്നമുള്ളത്. കുറച്ചല്ല തിന്നെങ്കിൽ ഈ കുറച്ച് നല്ല മെഷീൻ്റെ ഇടയ്ക്ക് ഒരാൾ കേട്ട് തിന്നുമ്പോ വായിലിട്ട് ചവക്കുമ്പോ തെൽത്തെല്ലിട്ട് ചവച്ചെങ്ങമയ്യാവാ തെൽത്തെല്ല് ചവച്ചിട്ട് മിങ്ങിയോണ്ടുണ്ടെങ്കിൽ വേറെ പണിയൊന്നുമില്ലേ. ആ രൂപത്തിലാകാൻ പാടുള്ളതല്ല. നമ്മുടെ ബുദ്ധിമുട്ടുകൾ വലിയ ബുദ്ധിമുട്ടുകളല്ല, നമ്മുടെ കടങ്ങൾ വലിയ കടങ്ങളല്ല, നമ്മുടെ ഇടങ്ങേറുകൾ വലിയ ഇടങ്ങേറുകളല്ല. നമുക്ക് ഹസ്ബി അല്ലാഹു വ നിഅമൽ വകീൽ, നമുക്ക് അല്ലാഹു മതിയില്ലേ, റബ്ബ് നമ്മെ രക്ഷപ്പെടുത്തില്ലേ. തീർച്ചയാണ് ബുദ്ധിമുട്ടുകൾ ഇല്ലാത്തവരില്ല, ബേജാറില്ലാത്തവരില്ല, സങ്കടമില്ലാത്തവരില്ല. എല്ലാവർക്കും അവരവരുടെ സങ്കടമാണ് വലുത്, അവനവന്റെ രോഗമാണ് വലുത്, അവനവന്റെ പ്രയാസമാണ് വലുത്. അതുകൊണ്ട് നീ ആരെയും ചെറുതാക്കണ്ട, നീ ആരെയും നിസാരപ്പെടുത്തണ്ട, നീ ആരെയും കരയിച്ചു പോകണ്ട. ഒരാളുടെയും മനസ്സിന്റെ ആവശ്യങ്ങളും മനസ്സിന്റെ കാര്യങ്ങളും അറിയാത്തവരാണ് നമ്മൾ.
ഓരോരുത്തന്റെയും മനസ്സിൽ തീരാത്ത പ്രശ്നങ്ങൾ അലടിച്ചുകൊണ്ടിരിക്കുന്ന അവസ്ഥകളാണ്. അല്ലാഹു എല്ലാവരുടെയും ബുദ്ധിമുട്ടുകളെ നീക്കി റാഹത്ത് നൽകണം അല്ലാഹ്. നമ്മൾ മുത്തുമുമ്മിനീങ്ങളെ നമ്മൾ നന്മ ചെയ്താൽ അല്ലാഹുവിന് ഇഷ്ടമാവുകയും അല്ലാഹു നമ്മെ സന്തോഷിപ്പിക്കുകയും ചെയ്യുന്നു. സംശയം വേണ്ട. നന്മ നന്മ എന്ന് പറഞ്ഞാൽ എന്താണ്? ഒരു വീട്ടിലെത്തുമ്പോ ഏറ്റവും നല്ല നന്മ ഭാര്യയോട് പുഞ്ചിരിച്ചുകൊണ്ടുള്ള സംസാരമാണ് ഏറ്റവും നന്മ. ടൗണിൽ കണ്ട എല്ലാ ഇഞ്ഞാറോടും പുഞ്ചിരിക്കും. ബഹുമാനപ്പെട്ട സയ്യിദ് സഫ്വാൻ തങ്ങളവരുകൾ ഈ സദസ്സിലേക്ക് കടന്നു വരുന്നു. ബിബറകത്തി ബിസ്മില്ലാഹി. അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ ലാ ഇലാഹ ഇല്ലല്ലാഹു അല്ലാഹു അക്ബർ അല്ലാഹു അക്ബർ വലില്ലാഹിൽ ഹംദ്. തങ്ങളവരുകൾ ഇനി നീട്ടി സംസാരിക്കുന്നില്ല. ഇൻഷാ അല്ലാഹ് അല്ലാഹു തആല നമ്മുടെ എല്ലാ പ്രയാസങ്ങളും ബുദ്ധിമുട്ടുകളൊക്കെ ദൂരീകരിച്ച് റഹ്മത്തും റാഹത്തും നൽകി അനുഗ്രഹിക്കട്ടെ. മുഹമ്മദ് ബിൻ ഖാലിദ് തങ്ങൾ പറയുന്നു, അഹ്മദ് ബിൻ ഖദറവൈഹി തങ്ങളവരുകൾ ഖുറാസാനിൽ ജീവിച്ച ഏകദേശം 95 വയസ്സോളം ജീവിച്ച വലിയ മഹാന. എല്ലാവരും സദസ്സിലിരിക്കുക. തങ്ങളുടെ ദുആയും കഴിഞ്ഞ് ഇൻഷാ അല്ലാഹ് കുറച്ചു നേരം കൊണ്ട് നമുക്ക് പരിപാടി പിരിച്ചുവിടാം. എല്ലാവരും ഇരുന്ന് സഹകരിക്കുക. ദൂരത്തുള്ള ആളുകളൊക്കെ ഒന്ന് വന്ന് അടുത്തിരുത്താൻ സംഘാടകർ ശ്രദ്ധിക്കുക. അല്ലാഹു ഖൈർ പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. സക്കറാത്തിന്റെ വേളയോടടുക്കുമ്പോ, മരിക്കാൻ നിൽക്കുന്ന നേരത്ത് ഒരു മസ്അല ചോദിക്കുമ്പോ മഹാനവരുകൾ പറയുന്നു, ഞാൻ ഒരുപാട് കൊല്ലമായൊരു വാതിൽ മുട്ടിക്കൊണ്ടിരിക്കുകയാണ്. എനിക്കുള്ള വാതിൽ തുറക്കാൻ സമയമായി. ഞാൻ വിജയിച്ചവനാണോ പരാജയപ്പെട്ടവനാണോ എന്നെനിക്കറിയാത്തൊരു സമയമാണ്. അതുകൊണ്ട് ഞാനിപ്പോൾ എന്ത് പറയാനാണ്? അപ്പോഴാ മരണത്തോട് മല്ലടിക്കുന്ന നേരത്ത് കടം വാങ്ങാൻ ആളുകൾ വന്നു. കടമുണ്ട്. ആ മഹാൻ അവരുകൾക്ക് കടമുണ്ട്. അഹ്മദ് ബിൻ ഖദറവൈഹി തങ്ങൾക്ക് കടമുണ്ട്. 700 ദീനാർ കടമുണ്ട്. കടക്കാർ വന്നിട്ട് പറയുന്നു, ഞങ്ങളുടെ കടം വീട്ടിയിട്ടാകണം നിങ്ങൾ. ഞങ്ങൾ പൊരുത്തപ്പെടൂല. ഞങ്ങളുടെ കടം ഞങ്ങൾ പൊരുത്തപ്പെടൂല. ആ സമയത്ത് മഹാനവരുകൾ കൈ ഉയർത്തിയിട്ട്, റബ്ബേ അല്ലാഹുവേ, എന്റെ കടം വീട്ടാൻ കഴിവുള്ള റബ്ബേ വഴിയൊരുക്കിത്ത അല്ലാഹ്. പറഞ്ഞു നിർത്തണ്ട താമസം ഒരാൾ വന്നിട്ട് വാതിൽ മുട്ടുകയാണ്. അഹ്മദ് ബിൻ ഖദറവൈഹിയുടെ വീടല്ലേ ഇത്? ആരൊക്കെയാണ് കടം കിട്ടാനുള്ളത്? ആർക്കൊക്കെയാണ് അഹ്മദ് ബിൻ ഖദറവൈഹി പണം തരാനുള്ളത്? ഇങ്ങോട്ട് വാന്ന് പറഞ്ഞിട്ട് എല്ലാവരുടെയും കടങ്ങളെ 700 ദീനാർ കടം കൊടുത്തപ്പോ അവിടെ ഉണ്ടായിരുന്ന ശിഷ്യഗണങ്ങൾ ചോദിച്ചു, എന്തിന് കടമാക്കിയതാണ്? അല്ല മഹാനെ, കടത്തിന്റെ ഭവിഷ്യത്തറിയാലോ, കടമായാൽ അതിൽ ബുദ്ധിമുട്ടറിയാലോ. ഇത്രയും ബുദ്ധിമുട്ടുണ്ടായ നിങ്ങൾ എന്തിന് 700 ദീനാർ കടമാക്കി എന്ന് ചോദിക്കുമ്പോ അഹ്മദ് ബിൻ ഖദറവൈഹി തങ്ങൾ പറയുന്നു, ഞാൻ അടിച്ചു പൊളിക്കാൻ കടമാക്കിയതല്ല, പാവപ്പെട്ടവർക്ക് ഭക്ഷണം കൊടുക്കാൻ, പാവപ്പെട്ടവരുടെ വയറ് നിറക്കാൻ ഞാൻ കടമാക്കിയതാണ്. അതിൽ ഒന്നും ഞാൻ തിന്നിട്ടില്ല. പാവപ്പെട്ടവരുടെ വയറ് നിറക്കാൻ വേണ്ടി 700 ദീനാർ കടമാക്കിയ മഹാനവരുകൾ. അങ്ങനെ ദീനിന് വേണ്ടി സമ്പത്ത് ചെലവഴിച്ചവർ, അല്ലാഹുവിന്റെ ദീനിന് വേണ്ടി നന്മ ചെയ്ത ആളുകൾ ഓരോ സെക്കൻഡുകളും അത്ഭുതമാണ്. സുബ്ഹാനല്ലാഹി വബിഹംദിഹി എന്നൊരു തവണ പറഞ്ഞാൽ അവന് വേണ്ടി സ്വർഗത്തിലൊരു മരം നടപ്പെടുമെന്നാണ്. ഒരു സ്വർഗത്തിൽ മരം നടപ്പെടാൻ സുബ്ഹാനല്ലാഹി വബിഹംദിഹി ഈ ഒരൊറ്റ ദിക്ർ കൊണ്ട് സ്വർഗത്തിലൊരു മരം നടപ്പെടാൻ മതിയാകുമാർ. അങ്ങനെയാണ്. സമയം അത്ഭുതമാണ്. ഫഖ്റുദ്ദീൻ റാസി റളിയല്ലാഹു അൻഹു പറയുന്നു, എനിക്ക് വല്ല സങ്കടം ഫീ ഫവാത്തിൽ വഖ്ത്, എനിക്ക് സമയം നഷ്ടപ്പെടുകയാണ്. എപ്പോ ഭക്ഷണം തിന്നുമ്പോ എന്റെ സമയം നഷ്ടപ്പെടുന്നതിൽ എനിക്ക് ബേജാറാണ്. ഇരുന്ന് കരയുകയാണ്, എന്റെ സമയം നഷ്ടപ്പെട്ടു പോയല്ലോ.
സോഷ്യൽ മീഡിയയിൽ മണിക്കൂറുകൾ ചെലവഴിക്കുന്നവർ, അനാവശ്യ ചർച്ചകളിൽ ഇടപെടുന്നവർ, നാട്ടിന്റെ തിന്മക്ക് വേണ്ടി പ്രവർത്തിക്കുന്നവർ, വേണ്ടാത്തരങ്ങൾക്ക് വേണ്ടി പോപ്പ് കൂട്ടുന്നവർ, ഭക്ഷണം തിന്നിട്ട് റാസിമാമ് തങ്ങളവരുകൾ കരഞ്ഞില്ലേ, എന്റെ സമയം നഷ്ടപ്പെട്ടു പോയല്ലോ. അങ്ങനെ അത്ഭുതമാണ്. സദഖ ചെയ്യുന്നവരെ അല്ലാഹുവിന് ഇഷ്ടമാണ്. ധാരാളം സദഖ ചെയ്തോ, ജീവിതത്തിൽ നന്മയുണ്ടാക്കിക്കോ, കുടുംബത്തിനോട് നന്മ ചെയ്തോ. നിന്റെ ഭാര്യ പെണ്ണുങ്ങളുടെ കാര്യത്തിൽ ഞാൻ ആണുങ്ങളോടൊന്ന് പറയുന്നു, മുത്തുമുഅ്മിനീങ്ങളെ, നിങ്ങളുടെ ഭാര്യമാർ നിങ്ങൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ്, നിങ്ങളുടെ മക്കൾക്ക് വേണ്ടി ത്യാഗം ചെയ്യുന്നവരാണ്. അവരുടെ ജീവിതത്തിന്റെ കഷ്ടപ്പാടുകൾ, അവരുടെ ജീവിതത്തിലെ വിഷമങ്ങൾ, അവരുടെ തീരാത്ത പ്രശ്നങ്ങൾ ഇരുന്ന് കേൾക്കാൻ ഭർത്താവായവൻ മനസ്സ് കാണിക്കണം. കച്ചവടത്തിന്റെ തിരക്കാകാം, ജോലിയുടെ ടെൻഷനുകളാകാം, അതൊക്കെ ഇരിക്കട്ടെ. നിന്റെ ഭാര്യയുടെ കൂടെ ഇരുന്ന് അവളെ ഒന്ന് ആശ്വസിപ്പിക്കാൻ, അവളെ ഒന്ന് സന്തോഷിപ്പിക്കാൻ, അവളുടെ മുഖം നോക്കി ഒന്ന് ചിരിക്കാൻ, അവളുടെ കൂടെ മൊബൈൽ താഴെ വെച്ചൊരമണിക്കൂർ സംസാരിക്കാൻ, അവളുടെ വിഷമങ്ങൾ കേൾക്കാൻ, ആഗ്രഹങ്ങൾ കേൾക്കാൻ നിങ്ങൾ മനസ്സ് കാണിച്ചിട്ടില്ലെങ്കിൽ വലിയ നഷ്ടം കൊടുക്കേണ്ടി വരും, വലിയ ത്യാഗം ചെയ്യേണ്ടി വരും, വലിയ ബുദ്ധിമുട്ട് പിന്നീട് അനുഭവിക്കേണ്ടി വരും. ഭാര്യക്ക് പണം കൊടുത്താ പോരാ, ഭക്ഷണം കൊടുത്താ പോരാ, വീട് കൊടുത്താ പോരാ. ഭാര്യമാർ നിങ്ങളിൽ നിന്ന് ആഗ്രഹിക്കുന്നത് സ്നേഹമാണ്, കെയറിംഗ് ആണ്, നിങ്ങളുടെ തലോടലാണ്, നിങ്ങളുടെ സന്തോഷമാണ്, നിങ്ങളുടെ സൗഹാർദ്ദമാണ്, നിങ്ങളുടെ പുഞ്ചിരിയാണ്, അവരോടുള്ള ഇഷ്ടമാണ്. ഇത് നിങ്ങളുടെ ഭാര്യക്ക് കൊടുക്കാതെ കൊട്ടാര സമാനമായ വീടുകൾ, വലിയ വലിയ ആഡംബരങ്ങൾ, ഇതേതുകൊണ്ടും അവൾ പൊരുത്തപ്പെടുന്നവളല്ല. പെണ്ണിന്റെ അനുസരിച്ചിട്ടുള്ള മനസ്സ് വായിക്കാൻ ആണായവർ തയ്യാറാകണം. അല്ലാഹുവേ ഖൈർ നൽകണേ അല്ലാ. ഉമ്മയെയും ഉപ്പയെയും മറന്നു പോകരുത്. മരിച്ചുപോയ ഉമ്മ, മരിച്ചുപോയ ഉപ്പ, തോട്ടം ബാക്കി വെച്ചു പോയവർ, കെട്ടിടം ബാക്കി വെച്ചു പോയവർ, പറമ്പ് ബാക്കി വെച്ചു പോയവർ, നമുക്ക് വിദ്യാഭ്യാസം നൽകിയവർ, നമുക്ക് വേണ്ടി ത്യാഗം ചെയ്തവർ, നമുക്ക് വേണ്ടി അധ്വാനിച്ചവർ, പട്ടിണി കടന്ന ഉമ്മ, പട്ടിണി കടന്ന ഉപ്പ, അവരെല്ലാം മറന്നു പോകരുത്. അവർക്ക് വേണ്ടിയിട്ട് ഈ സയ്യിദിനെ ഇരുത്തിയിട്ട് ശംസുലുലമാ നഗറിൽ വെച്ചിട്ട് വറക്കൽ തങ്ങളുടെ വേദികയിൽ ഇരുന്നിട്ട് ഈ മരിച്ചു കിടക്കുന്ന ഖബറാളികൾ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും ഇതുപോലെ ഇവിടെ കിടക്കാനുള്ളവരാണ്, ഈ പള്ളിമുറ്റത്ത് കിടക്കാനുള്ളവരാണ്. ഈ പള്ളിയുടെ മുറ്റത്ത്, ഇവിടെ ഈ മദ്രസയുടെ മുറ്റം അൽ ഫലാഹ് കൂട്ടായ്മ മനോഹരമാക്കി തന്നില്ലയോ? ലക്ഷങ്ങൾ മുടക്കിയിട്ട് അങ്ങോട്ടുള്ള വഴിയും ഈ ഒരു നല്ല മനോഹരമായ മജ്ലിസും സന്തോഷമാക്കി തന്നു. നമ്മുടെ SKSSFന്റെ യുവാക്കള്, വിഖായയുടെ പ്രവർത്തകർ, നന്മയുടെ വക്താക്കള്, സൗജന്യമായി ഖബർ കുഴിച്ചു കൊടുക്കുന്നവർ, സൗജന്യമായി പരിസര പ്രദേശങ്ങളിൽ അപകടമുണ്ടായപ്പോ ജീവൻ പണയം വെച്ച് ത്യാഗം ചെയ്തവർ, ഇവിടുത്തെ വിഖായയുടെ പ്രവർത്തകർ, അടക്കമുള്ള ഒരുപാട് ചെറുപ്പക്കാരുടെ കഠിനാധ്വാനം ഇവിടെ നമ്മളൊക്കെ അറിഞ്ഞവരാണ്. അല്ലാഹുവേ ഖൈർ നൽകണേ അല്ലാ. എടുത്തു പറയേണ്ടത് ഖബർ കുഴിക്കുന്ന ചില ചെറുപ്പക്കാരുണ്ട്, ഓടിയെത്തുന്നുണ്ട്. അവിടെ ഫോട്ടോ ഇല്ല, അവിടെ തിന്മയില്ല, പബ്ലിസിറ്റി ഇല്ല, കഷ്ടപ്പാടുകൾ, ജോലി മാറ്റി വെച്ചിട്ട് എല്ലാം മറന്നിട്ട് ഓടിയെത്തുന്നു ആ പൊന്നു ചെറുപ്പക്കാർ. ഇവിടെ ഖബർ കുഴിച്ച് മനോഹരമായി പുഞ്ചിരിയോടെ അവർ ഇറങ്ങിപ്പോകുന്നത് കാണുമ്പോ കൽബ് പൊട്ടുന്നു. എന്തൊരു സന്തോഷമാണ്. കട്ടപ്പാടോടെ ഖബർ കുഴിച്ചതിന്റെ ക്ഷീണം അവരുടെ മുഖത്ത് കാണാനില്ല. യാ അല്ലാഹ്, ആ ഖബർ കുഴിക്കാൻ കൂടുന്ന വിഖായയുടെ വളണ്ടിയർമാർ, അല്ലാഹുവേ അവരെ നീ അനുഗ്രഹിക്കണേ അല്ലാ. പരിശുദ്ധ മക്കത്തും മദീനത്തും പോയപ്പോ അവിടെ വിഖായയുടെ പ്രവർത്തകരുടെ ആ ഒരു അത്ഭുതകരമായ പ്രവർത്തനം കണ്ട് അത്ഭുതപ്പെട്ടു പോയി. ലോകത്തിന്റെ നാനാദിക്കുകളില് വയനാട് ദുരന്തം വന്നപ്പോ ജീവൻ പണയം വെച്ചവിടെ കൂടിയ നൂറുകണക്കിന് വിഖായയുടെ പ്രവർത്തകർ, അല്ലാ നീ അനുഗ്രഹിക്കണേ അല്ലാ. ഈ നാട്ടിന് നന്മ ചെയ്യാൻ നമ്മുടെ SKSSFന്റെ മക്കൾക്ക് വിഖായയുടെ പ്രവർത്തകർ
പ്രവർത്തകർക്ക് നീ തൗഫീഖ് നൽകണം അല്ലാ. അവരുടെ സേവനങ്ങളെ നീ സ്വീകരിക്കണം അല്ലാ. ഇവിടെ പള്ളിയുടെ മുറ്റം സന്തോഷമാക്കാൻ, ഒന്ന് വൃത്തിയാക്കാൻ, ഒന്ന് മനോഹരമാക്കാൻ. പൊന്നുമുമ്മിനെ, ഞാനും നിങ്ങളും ഈ ഖബർസ്ഥാനിലല്ലേ കിടക്കുക. ആ കിടക്കുമ്പോ അപ്പുറത്ത് നിങ്ങൾ കൊടുത്ത ചെലവില് ഞാൻ പ്രവാസി സുഹൃത്തുക്കളോട്, സൗദി അറേബ്യ, ഖത്തർ, UAE കമ്മിറ്റിക്കാരോട് ഞാൻ പറഞ്ഞു, എത്ര കാലക്കാലം പള്ളിയുടെ 3ാമത്തെ നിലയിൽ ആ കെട്ടിടമുണ്ടോ, നിങ്ങൾക്കും നിങ്ങളുടെ ഉമ്മക്കും ബാപ്പക്കും ഭാര്യ മക്കൾക്കും ഇതിന്റെ പ്രതിഫലം പറയാതെ ദ്വാരക്കാട് കിട്ടിക്കൊണ്ടിരിക്കുന്നത് തടയാ ഒരാൾക്കും സാധ്യമല്ല. അതുപോലൊരു ജാരിയായ സദഖ നമ്മുടെ പള്ളിയുടെ മുറ്റം മനോഹരമാക്കാൻ, നമ്മുടെ പള്ളിയുടെ പരിസരം വൃത്തിയാക്കാൻ നല്ല ഏകദേശം 5000 സ്ക്വയർ ഫീറ്റിന്റെ ഇന്റർലോക്ക് ആവശ്യമുണ്ട്. പള്ളിയുടെ പരിസരം നന്നാകണം. പഴയതില്ലേ ഉണ്ട്, ആ പഴയതെടുത്തിട്ട് അപ്പുറം മജ്‌ലിസ് നൂറിന്റെ പന്തലിലേക്ക് ഇടാൻ. പള്ളിയുടെ മുന്നില് നമ്മുടെ വീട്ടിന്റെ മുറ്റം എന്ത് അലങ്കാരമാണ്, നമ്മുടെ വീട്ടിന്റെ ഉള്ളിൽ എന്ത് അലങ്കാരമാണ്, നമ്മുടെ വീട്ടിന്റെ മുറ്റം എന്ത് വൃത്തിയാണ്, എന്തൊരു മനോഹരമായ ഗാർഡനുകളാണ്. വേണ്ടാന്നൊന്നുമല്ല പറയുന്നത്. അങ്ങനെ ഓരോ വീടുകളും അത്ഭുതമായിട്ട് പള്ളിയുടെ പരിസരത്ത് അത് വൃത്തിയില്ലായ്മ, ഒരു കാണുമ്പോ അറുപ്പും വെറുപ്പും തോന്നുന്ന ആ ഒരു രൂപത്തിലായതൊക്കെ ഒന്ന് മാറ്റം വരുത്തി ഒക്കെ മനോഹരമാക്കണം. ഞാൻ കൂടുതലൊന്നും ചോദിക്കുന്നില്ല. കഴിവുള്ള ആരെങ്കിലും അള്ളാഹുവിനെ വിചാരിച്ചുകൊണ്ട് ഒരു 500 സ്ക്വയർ ഫീറ്റ് ഉമ്മയുടെ മരിച്ചുപോയ ഉമ്മാന്റെ പേരിൽ, മരിച്ചുപോയ ഉപ്പായുടെ പേരിൽ തങ്ങൾ പാപ്പ ദുആ ചെയ്യും. ദുആക്കുത്തരുള്ള മഹാനാണ്. ആരെങ്കിലും മരിച്ചുപോയ ഉമ്മയെയോ ഉപ്പയെയോ ഓർത്തിട്ട് നിങ്ങളുടെ കുടുംബത്തിന്റെ പേരിലോ വൈയക്തികമായിട്ടോ, ഇത് അരിക്ക് വേണ്ടിയല്ല, ഇത് SKSFർക്കല്ല, ഇത് നമ്മുടെ മനോഹരമായ മുഹീദ്ദീൻ പള്ളിയുടെ മുറ്റത്ത് ഈ കിടക്കുന്ന കബറാളികളെ പോലെ ഇന്നല്ലെങ്കിൽ നാളെ ഞാനും നിങ്ങളും കിടക്കുമ്പോ അവിടെ ചവിട്ടി വരുന്നവർ, അവിടെ ഉപയോഗിക്കപ്പെടുന്ന കാലഘട്ടത്തോളം പ്രതിഫലം കിട്ടിക്കൊണ്ടിരിക്കുന്ന ഒരു നന്മയിൽ, ഒരു ജാരിയായ സദഖയിൽ കൂറുകൂടാൻ അവസരമാണ്. എവിടെയോ കൊടുക്കാൻ അതിനെക്കാട്ടിയും പ്രതിഫലമാണ് നമ്മുടെ പള്ളിമുറ്റത്ത്. ഉമ്മ കിടക്കുന്ന ഇടത്ത്, ഉപ്പ കിടക്കുന്ന ഇടത്ത്, കുടുംബങ്ങൾ കിടക്കുന്ന ഇടത്ത് അവരൊന്ന് ആശ്വസിക്കാൻ, അവർക്ക് സന്തോഷമാകാൻ, അവർക്ക് ഐശ്വര്യമാകാൻ ഒരു 500 സ്ക്വയർ ഫീറ്റ് വലിയ വിഷയമല്ലല്ലോ. ഒരു ബോഡി ചെക്കപ്പും കഴിഞ്ഞിറങ്ങുമ്പോ 10, 20, 25, 50 ഒക്കെ ആകുമ്പോ യാ അല്ലാ, ഇത് ഏറ്റെടുക്കുന്നവർ അവരെയും കുടുംബത്തെയും നീ ഏറ്റെടുക്കണേ അല്ലാ. ഈ മനോഹരമായ സദസ്സിൽ അല്ല ഏതെങ്കിലും ഒരാൾ ഒരു ഏകദേശം 10-30 ചിലരൊക്കെ വരുന്നു വിചാരിക്കുന്ന 500 സ്ക്വയർ ഫീറ്റിൽ എത്രയാണെന്നൊക്കെ സംഘാടകരോട് ചോദിക്കുക. ഒരു 500 സ്ക്വയർ ഫീറ്റ് അള്ളാഹുവിന്റെ പള്ളിയുടെ മുറ്റത്ത് അതൊന്ന് മനോഹരമാക്കാൻ പണിയാകുമ്പോൾ കൊടുത്താൽ മതി, ഇന്നൊന്നും കൊടുക്കണമെന്നില്ല. അള്ളാഹു തആല അനുഗ്രഹിക്കട്ടെ. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും കുടുംബപരമായോ മറ്റോ അത് ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് ഒരു 500 സ്ക്വയർ ഫീറ്റ് നമ്മുടെ വീട്ടിന്റെ മുറ്റത്താണെങ്കിൽ നമ്മൾ ചെയ്യുമല്ലോ അല്ലേ. അള്ളാന്റെ വീട്ടിന്റെ മുറ്റത്തിടാൻ ആളില്ലേ അല്ലേ. നമ്മുടെ വീടിന്റെ മുറ്റമാണെങ്കിൽ, നമ്മുടെ വീട്ടില് കല്യാണാണെങ്കിൽ, നമ്മുടെ വീട്ടില് പ്രോഗ്രാം ആണെങ്കിൽ, നമ്മുടെ കുടുംബത്തിൽ രോഗം ഒക്കെ ചെലവഴിക്കാനുണ്ട്. അള്ളാഹുവിന്റെ പള്ളിയുടെ മുറ്റത്ത് അള്ളാഹു അല്ലേ നിങ്ങൾക്ക് തന്നത്, ചോദിക്കുന്നത് എനിക്കല്ല. അള്ളാന്റെ ഭവനത്തിന്റെ മുറ്റത്തേക്കാ, റബ്ബിന്റെ വീട്ടിന്റെ മുറ്റത്തേക്കാ, അള്ളാന്റെ വീട്ടിന്റെ മുറ്റത്തേക്കാ ഒരു 500 സ്ക്വയർ ഫീറ്റ് ആരെങ്കിലും ഏറ്റെടുക്കുന്നുണ്ടെങ്കിൽ പറയണം. അല്ലാ ഏറ്റെടുക്കുന്നവരെയും കുടുംബത്തെയും നീ ഏറ്റെടുക്കണം അല്ലാ. ആരെങ്കിലും ഉണ്ടാ ഒരു 500 സ്ക്വയർ ഫീറ്റ്? സംഘാടകർ ഒന്ന് പെട്ടെന്നൊന്ന് നോക്കി. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും കുടുംബപരമായിട്ടോ വൈയക്തികമായിട്ടോ ഒരു 500 സ്ക്വയർ ഫീറ്റ് ഇന്റർലോക്ക് ഇടുന്ന സമയത്ത് അത് കൊടുത്താൽ മതിയാകും. അല്ലാഹു തആല ഖൈർ പ്രദാനം ചെയ്യട്ടെ. ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ഒരു 500 സ്ക്വയർ ഫീറ്റ് ബന്ധപ്പെട്ട ഗസ്റ്റുകളെയും മറ്റുള്ള ആളുകളെയൊക്കെ ഒന്ന് ബന്ധപ്പെട്ട് നോക്കുക. ആരെങ്കിലും ഒരു 500 സ്ക്വയർ ഫീറ്റ് പറയാൻ പറ്റിയവർ, മനസ്സ് കാണിക്കുന്നവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് പറ. പക്ഷെ അതൊരു 500 സ്ക്വയർ ഫീറ്റ് നമ്മളെ സംബന്ധിച്ചിടത്തോളം വലിയ പ്രശ്നമല്ല. അള്ളാഹു തആല അനുഗ്രഹിച്ചാൽ നമ്മുടെ പള്ളിയുടെ മുറ്റത്തിട്ടത് എവിടെയും പോവില്ല. അത് അള്ളാഹു തിരിച്ചു തരുന്ന ചെയ്യും. അള്ളാഹു അത് പരിഹാരമായിട്ടോ
ബുദ്ധിമുട്ടുകളെ തൊട്ടുള്ള കാവലായിട്ടോ രോഗങ്ങൾക്കുള്ള ശിഫ ആയിട്ടോ റബ്ബ് സുബ്ഹാനഹു വ തആല തിരിച്ചു തരാതിരിക്കില്ല. ആരെങ്കിലും നല്ല മനസ്സുള്ള ആരെങ്കിലും ഒരു 500 സ്ക്വയർ ഫീറ്റ് കുടുംബങ്ങൾ ചേർന്ന് സഹോദരങ്ങൾ ചേർന്ന് ആരെങ്കിലും ചേർന്ന് എങ്ങനെയാണെങ്കിലും വിരോധമില്ല. പെട്ടെന്ന് ഇൻഷാ അല്ലാഹ് തങ്ങളവരുകൾ ദുആ ചെയ്തിട്ട് പിരിയാനുണ്ട്. ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ടോ? ഒരു 500 സ്ക്വയർ ഫീറ്റ് തരാൻ പറ്റിയവർ നമ്മുടെ നാട്ടിൽ ആരുമില്ല? ഇൻഷാ അല്ലാഹ് ആരെങ്കിലും ഉണ്ടെങ്കിൽ ഇൻഷാ അല്ലാഹ് പെട്ടെന്ന് ഇത് പൂർത്തിയാക്കാൻ വേണ്ടിയാണ്. ഓരോന്ന് ചെറിയ ചെറിയതൊക്കെ ചോദിച്ച് സമയം വൈകിപ്പിക്കുന്നതിനെക്കാട്ടിയും നല്ലത് ഉള്ള ആളുകൾ